കീം 2025 സ്കോർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി എൻട്രൻസ് എക്സാം April 23 തൊട്ടിട്ട് 29 വരെ CBT ഫോമിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ സ്കോറ്, നോർമലൈസ്ഡ് സ്കോറ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റായിട്ടുള്ള കീമിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് പോയിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറും. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാകും. റിസൾട്ട് പോയി ചെക്ക് ചെയ്താൽ നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ കാണാവുന്നതാണ്. സോ ഫൈനൽ ആൻസർ കീ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, കീമിൻ്റെ വെബ്സൈറ്റിൽ. അപ്പം കുറേ ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആണ്. അപ്പോൾ ആ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്നൊക്കെ കുറേ കമൻസ് ഉണ്ടായിരുന്നു. സോ ഒരു കറക്ഷൻ ഫാക്ടർ വെച്ചിട്ട് ഓരോരോ സെക്ഷനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ 23 ഏപ്രിലിൽ നടന്ന ക്വസ്റ്റ്യനിൽ ഫിസിക്സ് 2 ക്വസ്റ്റ്യനും മാത്സ് 1 ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫിസിക്സിലെ ക്വസ്റ്റ്യന് നമ്മൾ 45/43 വെച്ചിട്ട് അതിൻ്റെ ടോട്ടൽ സ്കോറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് മാത്സിനെ 75/74 ഇൻറ്റു ടോട്ടൽ സ്കോറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 25 ഏപ്രിലിൽ 2 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, 1 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ നിന്നും. അപ്പോൾ ഫിസിക്സിൽ നിന്ന് 45/43 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കെമിസ്ട്രീനെ 30/29 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 26 ഏപ്രിലിൽ 1 ഫിസിക്സ്, അപ്പോൾ 45/44 വെച്ചിട്ട് ഫിസിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 27 ഏപ്രിലിൽ 1 ഫിസിക്സും 4 മാത്സും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 45/44 വെച്ചിട്ട് ഫിസിക്സും 75/71 വെച്ചിട്ട് മാത്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇനി 28 ഏപ്രിലിൽ 1 ഫിസിക്സ്, 3 കെമിസ്ട്രി, 1 മാത്സ് ആണ്. അപ്പോൾ 45/44 വെച്ചിട്ട് ഫിസിക്സും 30/27 വെച്ചിട്ട് കെമിസ്ട്രിയും 75/74 വെച്ചിട്ട് മാത്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അതായത് ഓരോരോ സബ്ജക്റ്റും സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തെടുക്കാം. 29 ഏപ്രിലിൽ 2 ഫിസിക്സും 4 മാത്സും ആണ്. സോ 2 ഫിസിക്സിന് നമുക്ക് 45/43 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മാത്സ് ആകുമ്പോൾ 75/71 വെച്ചിട്ട് ടോട്ടലിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഫാർമസിയിൽ 29 മാത്രമേ ഒരു ഡെലീഷൻ വന്നിട്ടുള്ളൂ. അപ്പോൾ കെമിസ്ട്രിയിൽ അതിന് നമ്മൾ 45/44 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. The scores obtained by candidates after applying the correction factor for the respective subjects are added together and subject to normalization procedure are described in prospectus clause 9.4.4 to get the normalized score of the candidates in entrance examination concerned. So നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ സബ്ജക്റ്റും ഇതുപോലെ കറക്ഷൻ ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് ഓൾ ടുഗെദർ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രൊസീജിയറിൽ കൂടിയാണ്. സോ അത് നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് 9.4.4 എന്ന ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. The rank list for engineering course shall be prepared by giving equal weightage of 50-50 to the normalized score obtained in entrance examination and grade mark obtained in final year qualifying examination in maths, physics, chemistry, put together after effecting standardization procedure as described in clause. സോ നിങ്ങളുടെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ നോർമലൈസ്ഡ് സ്കോറിൻ്റെ 50%ഉം നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ 50% വെച്ചിട്ടാണ്. The scores of some candidates have been withheld due to pending defects in their application for KEAM 2025 for other related reasons. So നിങ്ങളുടെ ഡിഫക്ട്സ് കാരണം ചിലരുടെ സ്കോർ പബ്ലിഷ് ചെയ്തിട്ടില്ല. സോ ഡു ഇറ്റ് ഫാസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഡു ചെക്ക് ദ KEAM വെബ്സൈറ്റ്, എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.